ഹലോ ഡിയേഴ്സ്, എക്സാം സ്ക്വയറിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എൻ്റെ എല്ലാ കുട്ടികൾക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചത്? ഡെറിവേറ്റീവ് അറ്റ് എ പോയിന്റ് ആണ് പഠിച്ചത് അല്ലേ? ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഡെറിവേറ്റീവ് ആസ് എ ഫംഗ്ഷൻ ആണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനായിട്ട് പോകുന്നത്. സോ ലാസ്റ്റ് ക്ലാസ് കണ്ടിട്ട് ഇത് കാണുന്നതായിരിക്കും നല്ലത്, കാരണം ഇതിൻ്റെ ഒരു ബേസിക് ക്ലാസ് എന്ന് പറയുന്നത് ശരിക്കും ഡെറിവേറ്റീവ് അറ്റ് എ പോയിന്റ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് വഴി ഞങ്ങളെ അറിയിക്കുക. ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാവുന്നതാണ്. സോ ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ? ഡെറിവേറ്റീവ് ആസ് എ ഫംഗ്ഷനാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം അതിൻ്റെ ഡെഫിനിഷനിൽ നിന്ന് തന്നെ തുടങ്ങാം കേട്ടോ. എന്താണ് ഡെറിവേറ്റീവ് ആസ് എ ഫംഗ്ഷൻ എന്ന് പറയുന്നത്? അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ്, second, the derivative of a function f of x എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നമ്മുടെ കയ്യിലുണ്ട്. അതിന്റെ ഡെറിവേറ്റീവ് നമുക്ക് കണ്ടുപിടിക്കണം വിത്ത് റെസ്പെക്ട് ടു വേരിയബിൾ എക്സ്. എക്സ് ഈസ് ദ ഫംഗ്ഷൻ f whose value at x is, ഇതാണ് ഡെഫിനിഷൻ. കുട്ടികളെ പഠിച്ചു വെച്ചോ. f dash of x which is equal to, അല്ലെങ്കിൽ f prime of x എന്നൊക്കെ വേണമെങ്കിൽ പറയാം. f dash of x is equal to limit h tends to 0 f of x plus h minus f of x the whole divided by h. Okay, provided the limit exists. കേട്ടോ. ഇതാണ് എന്താ ഡെറിവേറ്റീവ് ഓഫ് എ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറയുന്നത് ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എച്ച് ആണ്. ഇതേ സാധനം നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതാണ്. സ്ലോപ്പ് ഓഫ് ദ കർവ് നമ്മൾ പഠിച്ചപ്പോഴത്തേക്കും ഇത് തന്നെ നമുക്ക് കിട്ടിയത് അല്ലേ? ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എച്ച്. അത് തന്നെയാണ് എന്ത് ഡെറിവേറ്റീവ് ഓഫ് എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഈ ഒരു ഫോമുല പഠിച്ചു വെച്ചോ കേട്ടോ. ഈ ഫോമുല വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ ഇനി ചെയ്യാനായിട്ട് പോകുന്നത്. പ്രോബ്ലംസിലോട്ട് പോവാം. നോക്കിക്കേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഡിഫറൻഷിയേറ്റ്, ഇങ്ങനെ ആയിരിക്കും നിങ്ങൾക്ക് വരിക കേട്ടോ. ഡിഫറൻഷിയേറ്റ് എഫ് ഓഫ് എക്സ് നമുക്ക് തരും. f of x is equal to x divided by x minus 1. അപ്പോൾ ഡിഫറൻഷിയേറ്റ് f of x is equal to x by x minus 1. നിങ്ങൾ 12th പഠിക്കുന്ന സമയത്ത് നമ്മൾ കോഷ്യൻ റൂളൊക്കെ പഠിച്ചിട്ട് ഡെറിവേറ്റീവ് കാണാൻ പഠിച്ചതാണ്. പക്ഷെ നമ്മളിവിടെ ബേസിൽ നിന്ന് അങ്ങ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നത് കൊണ്ട് നമ്മൾ കോഷ്യൻ റൂളൊക്കെ വരുന്നുണ്ട്, ഇതിന് പുറമെ വരുന്നുണ്ട്. പക്ഷേ ഇത് ഡെഫിനിഷൻ വെച്ച് ചെയ്യാനുള്ള പ്രോബ്ലം ആയതുകൊണ്ട് ബൈ ഡെഫിനിഷൻ നമ്മുടെ ഈ ഒരു ഫോമുല ഉണ്ടല്ലോ, ഈ ഒരു ഫോമുല ഇത് വെച്ച് തന്നെ ചെയ്യാനായിട്ടായിരിക്കും ചോദിക്കുക. അപ്പോൾ അത് വെച്ച് തന്നെ നിങ്ങൾ ചെയ്യേണ്ടി വരും എക്സാമിന് കേട്ടോ. അപ്പോൾ നോക്കാം. ഡിഫറൻഷിയേറ്റ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ബൈ എക്സ് മൈനസ് 1. സോ ബൈ ഡെഫിനിഷൻ നമുക്കറിയാം എന്താണ് എഫ് ഡാഷ് ഓഫ് എക്സ്. ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എന്താണ്? ലിമിറ്റ് h tends to 0 f of x plus h minus f of x the whole divided by h ആണല്ലോ. നമുക്കിതൊക്കെ കണ്ടുപിടിക്കാം. നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? എഫ് ഓഫ് എക്സ് ആ തന്നേക്കുന്നത്. പക്ഷെ നമുക്കിവിടെ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. സോ വി ഹാവ് എഫ് ഡാഷ് ഓഫ് എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0. എന്താണ് എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എന്ന് പറയുന്നത്? എക്സിന് എക്സ് പ്ലസ് എച്ച് കൊണ്ട് റീപ്ലേസ് ചെയ്യുക. അപ്പോൾ എക്സ് ഉള്ളിടത്ത് എക്സ് പ്ലസ് എച്ച് ഇട്ട് കൊടുക്കുക. ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് എച്ച് മൈനസ് 1. ഓക്കെ, മൈനസ് എഫ് ഓഫ് എക്സ് എക്സ് ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 1 ദ ഹോൾ ഡിവൈഡഡ് ബൈ എന്താണ്? എച്ച് ആണല്ലോ. ക്ലിയർ ആയല്ലോ? ഇനി നമ്മൾ എന്തെടുക്കുക? എൽസിഎം എടുക്കുക. ഓക്കെ, ഇനി നമ്മളിവിടെ ഡയറക്റ്റ് എച്ച് കൊടുത്താലും 0/0 ഫോമിലായിരിക്കും വരിക. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡയറക്റ്റ് അങ്ങനെ ചെയ്യാൻ പോകുന്നില്ല. എൽസിഎം എടുത്ത് സിംപ്ലിഫൈ ചെയ്യാൻ പോവാണ് കേട്ടോ. സോ എൽസിഎം എടുക്കുമ്പോഴത്തേക്ക് ഇവിടുത്തെ എൽസിഎം എന്ന് പറയുന്നത് എന്താണ്? എക്സ് പ്ലസ് എച്ച് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 1 ആണ് ഇവിടുത്തെ എൽസിഎം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് എന്ത് കിട്ടും? ഇങ്ങനെ ക്രോസ് ചെയ്താലും നമുക്ക് എന്ത് കിട്ടും? റിസൾട്ടിലോട്ട് വരാനായിട്ട് പറ്റും. ഓക്കെ, സോ വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? ലിമിറ്റ് h tends to 0
0. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ മിസ് എക്സ് പ്ലസ് എച്ച് ഇൻറ്റു എക്സ് മൈനസ് 1. ഈ എക്സ് മൈനസ് 1 കൊണ്ട് ഈ എക്സ് പ്ലസ് എച്ചിന് മൾട്ടിപ്ലൈ ചെയ്യുന്നു. എക്സ് മൈനസ് 1, ഇവിടെ സൈൻ എന്താ മൈനസ്, എക്സ് പ്ലസ് എച്ച് മൈനസ് 1 കൊണ്ട് എക്സിന് മൾട്ടിപ്ലൈ ചെയ്യുക. എക്സ് പ്ലസ് എച്ച് മൈനസ് 1 ഇൻറ്റു എക്സ് ദ ഹോൾ ഡിവൈഡഡ് ബൈ എച്ചും കൂടെ വരും കേട്ടോ ഇവിടെ, എച്ച് ഇൻറ്റു എക്സ് പ്ലസ് എച്ച് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 1. ഇങ്ങനെ എഴുതാമല്ലോ. അതായത് 1/a/b എന്ന് പറയുന്നത് എന്ത് തന്നെയാണ് 1/ab. ഇവിടെ എന്തുകൊണ്ട് എച്ച് ഇവിടെ വന്നു നിങ്ങൾക്ക് ഡൗട്ട് തോന്നിയേക്കാം. അതായത് നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഡിനോമിനേറ്റർ ടേം എന്ന് പറയുന്നത് എക്സ് പ്ലസ് എച്ച് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 1 ഡിവൈഡഡ് ബൈ എച്ച് എന്ന് പറയുന്നത് എന്താണ് എക്സ് പ്ലസ് എച്ച് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 1 ഇൻറ്റു എച്ച് തന്നെയാണ് കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കൊണ്ടുവരാം. ഓക്കെ, അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഈ എക്സ് പ്ലസ് എച്ച് ഇൻറ്റു എക്സ് മൈനസ് 1 അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് അതിനൊന്ന് എക്സ്പാൻഡ് ചെയ്ത് കൊണ്ടുവരാം. സോ വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0. 1/h ഞാനങ്ങ് പുറത്തെടുത്തേ. 1/h ഇൻറ്റു മേളിൽ എക്സ് പ്ലസ് എച്ച് ഇൻറ്റു എക്സ് മൈനസ് 1 എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, എക്സ് ഇൻറ്റു ഇതേ കണ്ടില്ലേ, എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ, എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ, എക്സ് സ്ക്വയർ, എക്സ് ഇൻറ്റു മൈനസ് 1 മൈനസ് എക്സ്, എച്ച് ഇൻറ്റു എക്സ് പ്ലസ് എച്ച് എക്സ്. നിങ്ങൾ എൻ്റെ ഒപ്പം ചെയ്ത് വരണേ. പ്ലസ് എച്ച് ഇൻറ്റു മൈനസ് 1 മൈനസ് എച്ച് മൈനസ് സെക്കൻഡ് ടേം, ഈ ടേം നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പാൻഡ് ചെയ്യാം. എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ, അതുപോലെ തന്നെ എക്സ് ഇൻറ്റു എച്ച് എക്സ് എച്ച്, എക്സ് ഇൻറ്റു മൈനസ് 1 മൈനസ് എക്സ്, എന്നിട്ട് അതിന് മൈനസ് ഉണ്ടെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതിയാകും. അന്നേരം നമുക്ക് കിട്ടുന്നത് മൈനസ് എക്സ് സ്ക്വയർ മൈനസ് എക്സ് എച്ച് മൈനസ് എക്സ് ദ ഹോൾ ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് എച്ച് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 1. ഓക്കെ, ഇത്രയും കിട്ടി. നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന ടേംസ് എല്ലാം ക്യാൻസൽ ചെയ്യാം. എക്സ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ക്യാൻസൽ ചെയ്യാം. ഇവിടെ പ്ലസ് ആണ് കേട്ടോ. ഈ പ്ലസ് എക്സും മൈനസ് എക്സും ക്യാൻസൽ ചെയ്യാം. ബാക്കി നമുക്ക് ക്യാൻസൽ ചെയ്യാനായിട്ടൊന്നും ഇല്ലല്ലേ. ഇതേ ഇവിടെ പ്ലസ് എച്ച് എക്സ് ഉണ്ട്, മൈനസ് എക്സ് എച്ച് ഉണ്ട്. ബാക്കി നമുക്ക് എന്ത് കിട്ടും, ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 1/h ഇൻറ്റു ന്യൂമറേറ്ററിലൊരു മൈനസ് എച്ച് കിടപ്പുണ്ട് ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് എച്ച് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 1 ആണല്ലോ. ഇനി ഈ എച്ചും ഈ മൈനസ് എച്ചും നമുക്ക് ക്യാൻസൽ ചെയ്യാം. ബാക്കി നമുക്ക് കിട്ടുന്നത് ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 മൈനസ് 1 ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് എച്ച് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 1 ഇങ്ങനെ കിട്ടുക. ഇനി എച്ചിന് 0 നിങ്ങൾ കൊടുത്തേ, അന്നേരം നമുക്ക് എന്ത് കിട്ടും, മൈനസ് 1 ബൈ എക്സ്, എച്ചിന് 0 എടുക്കുമ്പോൾ ഇവിടെ എക്സ് മൈനസ് 1 ആവും. അപ്പോൾ എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 1 ആണല്ലോ, വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് 1 ബൈ എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 1 എന്താ, എക്സ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ അല്ലേ, എക്സ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ. നമുക്ക് കിട്ടിയില്ലേ, ഡെറിവേറ്റീവ് കിട്ടിയില്ലേ. നമ്മൾ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തേ, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ബൈ എക്സ് മൈനസ് 1ൻ്റെ ഡെറിവേറ്റീവ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് ചോദിച്ചേക്കുന്നത്. നമുക്ക് റിസൾട്ട് എന്ത് കിട്ടി, മൈനസ് 1 ബൈ എക്സ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് കിട്ടി കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് ദ ഫംഗ്ഷൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് എക്സ്. ഇപ്പോൾ റൂട്ട് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം സച്ച് ദാറ്റ് എക്സ് ഗ്രേറ്റർ ദാൻ 0. Then second question എന്ന് പറയുന്നത് find the tangent line to the curve y equal to root x at x is equal to 4 ആണ് കേട്ടോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ ഡെറിവേറ്റീവ്. ആൻഡ് ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ്, ഫൈൻഡ് ദ ടാൻജന്റ് ലൈൻ. Find the tangent line to the curve y equal to root x at x is equal to 4. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ വി ഹാവ്, നമുക്ക് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനായിട്ട് ഒരു അൾട്ടർനേറ്റ് ഫോർമുല കൂടെ ഉണ്ട് കേട്ടോ. നമ്മൾ ആൾറെഡി പഠിച്ച ഫോർമുല എന്ന് പറയുന്നത് ഏതാണ്,
ഏതാണ്? ഇതല്ലേ? എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ബൈ എച്ച് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പഠിച്ചത്. ഇതിന് പുറമെ എഫ് ഡാഷ് ഓഫ് എക്സ് കണ്ടെത്താൻ വേറൊരു ഫോമുല കൂടെ ഉണ്ട്. എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് z ടെൻസ് ടു എക്സ് എഫ് ഓഫ് z മൈനസ് എഫ് ഓഫ് എക്സ് the whole divided by z minus x. ഇതും ഒരു ഫോമുലയാണ്, അതായത് ഡെറിവേറ്റീവ് കണ്ടെത്താനുള്ളൊരു ഫോമുലയാണ് ലിമിറ്റ് z ടെൻസ് ടു എക്സ് എഫ് ഓഫ് z മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ z മൈനസ് എക്സ് എന്നുള്ളത്. നമുക്ക് ഈ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന പ്രോബ്ലം നമുക്ക് ഈ ആൾട്ടർനേറ്റ് ഫോമുല വെച്ച് ചെയ്യാം കേട്ടോ. സോ വി ഹാവ് എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? ലിമിറ്റ് z ടെൻസ് ടു എക്സ് എഫ് ഓഫ് z മൈനസ് എഫ് ഓഫ് എക്സ് the whole divided by z minus x ആണല്ലോ. സോ വി ഹാവ് നമുക്ക് എഫ് ഡാഷ് ഓഫ് എക്സ് ആണ് കണ്ടെത്തേണ്ടത്, വിച്ച് ഇസ് ഈക്വൽ ടു ലിമിറ്റ് z ടെൻസ് ടു എക്സ്. വാട്ട് ഈസ് എഫ് ഓഫ് എക്സ്? എന്താ? റൂട്ട് എക്സ് ആണ് അല്ലേ? തന്നിരിക്കുന്നതല്ലേ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് റൂട്ട് എക്സ് ആണ്. അപ്പോൾ എഫ് ഓഫ് സെഡ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? എക്സിൻ്റെ പ്ലേസിൽ സെഡ് വരും, റൈറ്റ്? സോ നമുക്ക് എന്ത് കിട്ടും? എഫ് ഓഫ് സെഡ് ഈക്വൽ ടു റൂട്ട് സെഡ് മൈനസ് എഫ് ഓഫ് എക്സ് എന്താണ്? റൂട്ട് എക്സ് ഡിവൈഡഡ് ബൈ സെഡ് മൈനസ് എക്സ്. സെഡ് മൈനസ് എക്സ് ആണല്ലോ. കഴിഞ്ഞോ? ഇല്ല. ഇപ്പോൾ റൂട്ട് എക്സ് ഇവിടെ ലിമിറ്റ് z ടെൻസ് ടു എക്സ് എന്നാണ് കൊടുത്തേക്കുന്നത്. ഇവിടെ സെഡിന് എക്സ് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0/0 ഫോം ആകും അല്ലേ? ഇവിടെ ഇപ്പോൾ സെഡ് ഈക്വൽ ടു എക്സ് കൊടുക്കുമ്പോൾ ഇവിടെ റൂട്ട് എക്സ് മൈനസ് റൂട്ട് എക്സ്, അവിടെ ന്യൂമറേറ്റർ 0, താഴെ എക്സിന് സെഡിന് എക്സ് കൊടുക്കുമ്പോഴത്തേക്കും എക്സ് മൈനസ് എക്സ് 0. അപ്പോൾ 0/0 ഫോമിലോട്ട് വരും. അന്നേരം നമ്മൾ എന്ത് ചെയ്യണം? 0/0 ഫോം എലിമിനേറ്റ് ചെയ്യാനായിട്ട് ന്യൂമറേറ്ററിൻ്റെ കോൺജുഗേറ്റ് എടുത്ത് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് പോവാണ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് z ടെൻസ് ടു എക്സ് റൂട്ട് z പ്ലസ് റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് z മൈനസ് റൂട്ട് എക്സ് ഹോൾ ഡിവൈഡഡ് ബൈ z മൈനസ് എക്സ് ഇൻറ്റു റൂട്ട് z പ്ലസ് റൂട്ട് എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇത്രയും ചെയ്യുന്നതിന് ബുദ്ധിമുട്ടില്ലല്ലോ, ചെയ്യാമല്ലോ. അന്നേരം എന്താ നമുക്ക് കിട്ടുക? ലിമിറ്റ് z ടെൻസ് ടു എക്സ് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഫോമാണ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ അല്ലേ? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. സോ ഇവിടെ എയുടെ പ്ലേസിൽ എന്താ കിടക്കുന്നത്? റൂട്ട് സെഡും ബിയുടെ പ്ലേസിൽ റൂട്ട് എക്സും ആണ് കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ സ്ക്വയർ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? എന്ത് കിട്ടും? ഇവിടെ സ്ക്വയർ എടുക്കേണ്ട ആവശ്യമുണ്ടോ? വേണം, സ്ക്വയർ എടുക്കണം. സോ റൂട്ട് സെഡ് പ്ലസ് റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് സെഡ് മൈനസ് റൂട്ട് എക്സ് നമുക്ക് എങ്ങനെ എഴുതാം? റൂട്ട് സെഡ് ദ ഹോൾ സ്ക്വയർ മൈനസ് റൂട്ട് എക്സ് ദ ഹോൾ സ്ക്വയർ, അതായത് സെഡ് മൈനസ് എക്സ് എന്ന് എഴുതാം ഡിവൈഡഡ് ബൈ സെഡ് മൈനസ് എക്സ് ഇൻറ്റു റൂട്ട് സെഡ് പ്ലസ് റൂട്ട് എക്സ് എന്ന് എഴുതാം അല്ലേ? ഇതും ക്യാൻസൽ ചെയ്ത് പോയി അല്ലേ? ബാക്കി നമുക്ക് എന്താ കിട്ടുക? ബാക്കി എങ്ങനെ ചെയ്യാം? ഇസ് ഈക്വൽ ടു എന്താ? ലിമിറ്റ് നമുക്ക് എന്താ കിട്ടിയത്? ലിമിറ്റ് z ടെൻസ് ടു എക്സ് 1 ഡിവൈഡഡ് ബൈ റൂട്ട് സെഡ് പ്ലസ് റൂട്ട് എക്സ് എന്നാണ് കിട്ടിയേക്കുന്നത്. സെഡിന് എക്സ് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? റൂട്ട് എക്സ് പ്ലസ് റൂട്ട് എക്സ്, അതായത് 1 റൂട്ട് എക്സ് പ്ലസ് റൂട്ട് എക്സ് 1/2 റൂട്ട് എക്സ് ആണ് കേട്ടോ. ആൻസർ എന്താണ്? 1/2 റൂട്ട് എക്സ് ആണ് നമ്മുടെ ആൻസർ. കഴിഞ്ഞിട്ടില്ല. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? ഫൈൻഡ് ദ ടാൻജന്റ് ലൈൻ അല്ലേ? ഫൈൻഡ് ദ ടാൻജന്റ് ലൈൻ ടു ദ കർവ് y ഈക്വൽ ടു റൂട്ട് എക്സ് അറ്റ് എക്സ് ഈക്വൽ ടു 4. നമുക്ക് ഡെറിവേറ്റീവ് കിട്ടിയിട്ടുണ്ട്. അടുത്ത് നമുക്ക് ടാൻജന്റ് ലൈൻ കണ്ടുപിടിക്കണം. അപ്പോൾ ടാൻജന്റ് ലൈൻ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താവശ്യമാണ്? സ്ലോപ്പ് ആവശ്യമാണ് അല്ലേ? നമുക്കറിയാം ഡെറിവേറ്റീവ് തന്നെയാണ് എന്ത്? സ്ലോപ്പ് എന്ന് പറയുന്നത്. സോ നമുക്ക് സ്ലോപ്പ് കണ്ടുപിടിക്കാം അറ്റ് ദ പോയിന്റ് എക്സ് ഇസ് ഈക്വൽ ടു 4. ഓക്കെ, സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. Second question, B. The slope of the curve. The slope of the curve at x equal to 4 ആ ചോദിച്ചേക്കുന്നത്. So we have നമുക്ക് കിട്ടിയേക്കുന്നത് എന്താണ്? എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് സ്ലോപ്പാണ്. അതിൻ്റെ വാല്യൂ നമുക്ക് 1/2 റൂട്ട് എക്സ് എന്ന് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അറ്റ് എക്സ് ഈക്വൽ ടു 4 അറ്റ്
x is equal to 4 ൽ f dash of x which is equal to നമുക്ക് എന്ത് കിട്ടും 1/2 into root 4 which is equal to 1/2. root 4ന്റെ വാല്യൂ 2 ആണ് 1/2 into 2 that is 1/4 ആണല്ലോ. നമുക്ക് ടാൻജന്റ് ലൈൻ വേണ്ടേ? സ്ലോപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട് at the point x equal to 4 1/4. then the tangent line to the curve y equal to root x at x equal to 4 നമുക്ക് കണ്ടുപിടിക്കാം. the tangent line to the curve y equal to curve y equal to root x at x is equal to 4 എന്ന് പറയുന്നത് എന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? സോ വി ഹാവ് നമുക്ക് പോയിന്റ് വേണം അല്ലേ? നമുക്ക് y equal to root x ആയി കഴിഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ 4 ആകുമ്പോൾ എന്ത് കിട്ടും? വൈൻ്റെ വാല്യൂ എന്തായിരിക്കും? y equal to root 4 അല്ലേ? സോ y equal to 2. when x equal to 4 y equal to 2. അപ്പോൾ നമ്മുടെ പോയിന്റ് എന്ന് പറയുന്നത് ഏതാണ് 4ഉം 2ഉം. ഓക്കെ, മനസ്സിലായി? നമുക്കൊരു പോയിന്റ് ഉണ്ടെങ്കിലല്ലേ നമുക്ക് ടാൻജന്റ് ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തുള്ളൂ. നമ്മുടെ പോയിന്റ് നമുക്ക് കിട്ടിയില്ലേ? എക്സ് ഈക്വൽ ടു 4 എന്ന് നമുക്ക് ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. വൈ കണ്ടുപിടിക്കാനായിട്ട് നമുക്കറിയാം വൈ ഈക്വൽ ടു റൂട്ട് എക്സ് എന്ന് തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ എക്സിന് 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ റൂട്ട് 4 ഈക്വൽ ടു 2. അതാണ് നമ്മുടെ വൈൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. സോ ദ പോയിന്റ് അറ്റ് 4,2 ടാൻജന്റ് ലൈൻ ഇക്വേഷൻ നമുക്ക് കണ്ടുപിടിക്കാം. നമ്മുടെ സ്ലോപ്പ് എന്താണ്? സ്ലോപ്പ് ഇസ് ഈക്വൽ ടു 1/4 ആണ്. സോ വി ഹാവ് ദ ഇക്വേഷൻ ഓഫ് ടാൻജന്റ് ലൈൻ y മൈനസ് y1 ഈക്വൽ ടു m ഇൻറ്റു എക്സ് മൈനസ് x1 ആണല്ലോ. ഇസ് ഈക്വൽ ടു y മൈനസ് y1ൻ്റെ വാല്യൂ 2 വിച്ച് ഇസ് ഈക്വൽ ടു എമ്മിൻ്റെ വാല്യൂ 1/4 ഇൻറ്റു എക്സ് മൈനസ് x1ൻ്റെ വാല്യൂ 4 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടല്ല, അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. y മൈനസ് 2 ഈക്വൽ ടു ഈ 1/4 അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്തേ 1/4x മൈനസ് 1/4 ഇൻറ്റു 4 ചെയ്യുമ്പോൾ 1 ആണ് കിട്ടുന്നത് ആണല്ലോ. സോ വി ഹാവ് y ഈക്വൽ ടു 1/4x മൈനസ് 1. ഈ -2 ഇപ്പുറത്ത് വരുമ്പോൾ +2 ആണല്ലോ. +2 - 1 ചെയ്യുമ്പോൾ +1 ആണ് കിട്ടുന്നത്. സോ വി ഹാവ് എഴുതി തരാവേ മിസ് y ഈക്വൽ ടു x ഡിവൈഡഡ് ബൈ 4 + 1. സോ ഇതാണ് നമ്മുടെ സ്ലോപ്പ് ലൈൻ അല്ലെങ്കിൽ ടാൻജന്റ് ലൈനിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ടാൻജന്റ് ലൈനിൻ്റെ ഇക്വേഷൻ എന്താണ്? y ഈക്വൽ ടു x/4 +1. ഓക്കെ, മനസ്സിലായല്ലോ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോട്ടെ. തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് യൂസിങ് ഡെഫിനിഷൻ കാൽക്കുലേറ്റ് ദ ഡെറിവേറ്റീവ് ഓഫ് ദ ഫംഗ്ഷൻ. മിസ് എഴുതുന്നില്ല, നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നാൽ മതി. യൂസിങ് ദ ഡെഫിനിഷൻ നമ്മൾ പഠിച്ചു അല്ലേ? ഡെറിവേറ്റീവിൻ്റെ ഡെഫിനിഷൻ പഠിച്ചു. ആ ഡെഫിനിഷൻ വെച്ചിട്ട് കാൽക്കുലേറ്റ് ദ ഡെറിവേറ്റീവ് ഓഫ് ദ ഫംഗ്ഷൻസ് ഗിവൺ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 4 മൈനസ് എക്സ് സ്ക്വയർ നമുക്ക് തന്നിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട്. ദെൻ കാൽക്കുലേറ്റ് എഫ് ഡാഷ് ഓഫ് -3, എഫ് ഡാഷ് ഓഫ് 0 ആൻഡ് എഫ് ഡാഷ് ഓഫ് 1. ഇത്രയാണ് ചോദിച്ചേക്കുന്നത്. ബൈ യൂസിങ് ഡെഫിനിഷൻ കാൽക്കുലേറ്റ് എഫ് ഡാഷ് ഓഫ് -3, എഫ് ഡാഷ് ഓഫ് 0 ആൻഡ് എഫ് ഡാഷ് ഓഫ് 1 ആൻഡ് എഫ് ഡാഷ് ഓഫ് എക്സ് കേട്ടോ. സോ ചെയ്യാം. സോ ബൈ ഡെഫിനിഷൻ നമുക്കറിയാം എന്തറിയാം? എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് h tends to 0 f of x plus h minus f of x the whole divided by h ആണല്ലോ. ദെൻ നമുക്ക് ആദ്യം എന്താ കണ്ടെത്തേണ്ട? എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച്. ഗിവൺ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 4 മൈനസ് എക്സ് സ്ക്വയർ ആണെങ്കിൽ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് കണ്ടുപിടിക്കാനായിട്ട് എക്സിൻ്റെ പ്ലേസിൽ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി? 4 മൈനസ് എക്സ് സ്ക്വയർ എക്സിൻ്റെ പ്ലേസിൽ എക്സ് പ്ലസ് എച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, സോ വിച്ച് ഇസ് ഈക്വൽ ടു ലിമിറ്റ് h tends to 0 f of x plus h അല്ലേ? f of x 4 മൈനസ് എക്സ് സ്ക്വയർ. f of x plus h ആകുമ്പോൾ 4 മൈനസ് എക്സിന് പകരം x plus h കൊടുക്കുക. x plus h the whole square മൈനസ് f of x എന്താ? മൈനസ് ഓഫ് 4 മൈനസ് എക്സ് സ്ക്വയർ whole divided by h. correct? okay, which is equal to limit h tends to 0 4 minus a plus b the whole square ആണ് x plus h the whole square ഫോമിൽ കിടക്കുന്നത്. എക്സ്പാൻഡ് ചെയ്ത് ചെയ്യുമ്പോൾ ഈ മൈനസ് ഞാൻ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുവാണ് കേട്ടോ, ഒരു സ്റ്റെപ്പ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? എക്സ് സ്ക്വയർ പ്ലസ് 2xh. പുറത്തൊരു മൈനസ് ഉണ്ട്, അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -2xh
പ്ലസ് എച്ച് സ്ക്വയർ, പുറത്തൊരു മൈനസ് ഉണ്ട്, അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് എച്ച് സ്ക്വയർ മൈനസ് 4, ഈ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ഇൻറ്റു എന്താണ് എക്സ് സ്ക്വയർ, ദാറ്റ് മീൻസ് പ്ലസ് എക്സ് സ്ക്വയർ whole divided by h, right? Plus 4 minus 4 cancel, minus x square plus x square cancel. ബാക്കി നമുക്ക് കിട്ടുന്ന എന്താ, മൈനസ് 2xh മൈനസ് എച്ച് സ്ക്വയർ ഡിവൈഡഡ് ബൈ എച്ച് എന്ന് പറഞ്ഞിട്ടാണ് കിട്ടുക. സോ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0, ന്യൂമറേറ്ററിൽ നിന്ന് ഒരു എച്ച് പുറത്തെടുത്ത് ബാക്കി വരുന്ന മൈനസ് 2x മൈനസ് എച്ച് എന്ന് പറഞ്ഞിട്ടാണ് വരിക. ഡിനോമിനേറ്ററിൽ ഒരു എച്ച് ഉണ്ട്, എച്ച് ക്യാൻസൽ, ബാക്കി മൈനസ് 2x മൈനസ് എച്ച് എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത് അല്ലേ. സോ ഇറ്റ് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും, എച്ചിന് 0 കൊടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ ആൻസർ മൈനസ് 2x ആണ് വരുന്നത്, മൈനസ് 2x. അപ്പോൾ നമുക്ക് കിട്ടിയ എന്താണ്, എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്തെന്ന് പറഞ്ഞിട്ട് കിട്ടി, മൈനസ് 2x എന്ന് പറഞ്ഞിട്ട് കിട്ടി. എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് 2x. ഓക്കെ, ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്, ഫൈൻഡ് എഫ് ഡാഷ് ഓഫ് 3. എഫ് ഡാഷ് ഓഫ് 3 എന്ന് പറയുമ്പോൾ എക്സിന് എന്ത് കൊടുക്കുക, എഫ് ഡാഷ് ഓഫ് എക്സ് മൈനസ് 2x ആകുമ്പോൾ എഫ് ഡാഷ് ഓഫ് 3 കണ്ടുപിടിക്കാൻ എക്സിൻ്റെ പ്ലേസിൽ 3 ഇട്ട് കൊടുത്താൽ മതി. മൈനസ് 2 ഇൻറ്റു 3 വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് 6. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, എഫ് ഡാഷ് ഓഫ് 0. എഫ് ഡാഷ് ഓഫ് എക്സ് മൈനസ് 2x ആകുമ്പോൾ എഫ് ഡാഷ് ഓഫ് 0 കണ്ടുപിടിക്കാൻ എക്സിൻ്റെ പ്ലേസിൽ 0 ഇട്ട് കൊടുക്കുക. ഓക്കെ, മൈനസ് 2 ഇൻറ്റു എക്സിന് 0 ഇട്ട് കൊടുക്കുക, അപ്പോൾ 0. അടുത്ത എഫ് ഡാഷ് ഓഫ് 1. Okay, that means derivative of the function at x is equal to 1 എന്നാണ് എൻ്റെ മെയിൻ. മൈനസ് 2x ആണ്, മൈനസ് 2 ഇൻറ്റു എക്സിൻ്റെ പ്ലേസിൽ 1 ഇട്ട് കൊടുക്കുമ്പോൾ മൈനസ് 2. ഇതാണ് നമ്മുടെ ആൻസർ കേട്ടോ. ക്ലിയർ? ഇതേപോലത്തെ സിമിലർ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്തു വരാവേ. ഫോർത്ത് ക്വസ്റ്റ്യൻ given k of z equal to 1 minus z divided by 2z, find k dash of minus 1 and k dash of 1 k dash of root. ഇത്രയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ കെ ഡാഷ് ഓഫ് സെഡ് നമുക്ക് കണ്ടുപിടിക്കാം, എന്നാലല്ലേ ബാക്കിയുള്ളത് കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തുള്ളൂ. സോ വി ഹാവ് കെ ഡാഷ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0. നമ്മുടെ ഡെഫിനിഷൻ എന്താ, എഫ് ഓഫ് സെഡ് പ്ലസ് എച്ച്, ഇവിടെ സെഡ് ആയതുകൊണ്ട് സെഡ് പ്ലസ് എച്ച് എന്ന് എടുത്തു, മൈനസ് എഫ് ഓഫ് സെഡ് ഹോൾ ഡിവൈഡഡ് ബൈ 2 അല്ലല്ലോ, ഹോൾ ഡിവൈഡഡ് ബൈ എച്ച്. ഓക്കെ, ക്ലിയർ? ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പോവാണ്. എഫ് ഓഫ് സെഡ് പ്ലസ് എച്ച്, ഇവിടെ കെ ഓഫ് സെഡ് നമുക്ക് അറിയാം അല്ലേ, കെ ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു 1 മൈനസ് സെഡ് ബൈ 2z ആണ്. ഇവിടെ കെ ഓഫ് സെഡ്, ഒരു സെക്കൻഡ്, ഇവിടെ എഫിന് പകരം കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ, ജസ്റ്റ് നൊട്ടേഷൻ ആയതുകൊണ്ട് മാത്രം. നമുക്ക് ഇങ്ങനെ എഴുതാം, കെ ഓഫ് സെഡ് പ്ലസ് എച്ച് മൈനസ് കെ ഓഫ് സെഡ് ഹോൾ ഡിവൈഡഡ് ബൈ എച്ച്, ഇങ്ങനെ എഴുതാം. സോ വിച്ച് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0. what is k of z plus h? k of z ൽ z-ന് z plus h സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. 1 മൈനസ് z plus h ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു z plus h മൈനസ് k of z 1 മൈനസ് z ഡിവൈഡഡ് ബൈ 2z ആണല്ലോ, ഹോൾ ഡിവൈഡഡ് ബൈ h. ഇനി എൽ സി എടുക്കുക, സിംപ്ലിഫൈ ചെയ്യുക എന്നുള്ളതാണ്. സോ വിച്ച് ഇസ് ഈക്വൽ ടു ലിമിറ്റ് h ടെൻസ് ടു 0. എൽ സി എടുക്കാം നമുക്ക്. എൽ സി എടുക്കുമ്പോൾ എന്ത് ചെയ്യും, ഇവിടെ ഒരു 2 കിടപ്പുണ്ട് അല്ലേ, ഇവിടെ ഒരു ഡിനോമിനേറ്ററിൽ ഒരു 2 കിടപ്പുണ്ട്, ഇവിടെ ഒരു എച്ചും കിടപ്പുണ്ട്. നമുക്ക് വേണമെങ്കിൽ 1/2h കോമൺ ആയിട്ട് എടുക്കാം. 1/2h കോമൺ ആയിട്ട് എടുക്കാം. നേരം എന്ത് കിട്ടും, 1 മൈനസ്, എനിക്ക് കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്ത് കാണിച്ചു തരാം. 1 മൈനസ് z പ്ലസ് എച്ച്, നിങ്ങളൊന്ന് ക്രോസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, നിങ്ങളുടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 1 മൈനസ് z പ്ലസ് എച്ച് ഇൻറ്റു 2z. അങ്ങനെ ചെയ്യണ്ട, ഒരു സ്റ്റെപ്പ് കുറച്ച് കിട്ടിയാൽ അത്രയായില്ലേ. ഇങ്ങനെ ചെയ്യാതെ 1 മൈനസ് z പ്ലസ് എച്ച് ഡിവൈഡഡ് ബൈ എന്താടാ 2 ഇൻറ്റു z പ്ലസ് എച്ച് മൈനസ് 1 മൈനസ് z ഡിവൈഡഡ് ബൈ 2z അല്ലേ.
ഇൻറ്റു ഒരു 1/h ഉണ്ട്. അപ്പം ഞാൻ ആ 1/hനെ ഇങ്ങ് പുറത്തെടുത്തു, 1/hന് പുറത്തെടുത്തു. ഇവിടെ രണ്ടിടത്തും എന്തുണ്ട്? ഡിനോമിനേറ്റേഴ്സിൽ 2 ഉണ്ട്. ആ 2നെ ഞാൻ എന്ത് ചെയ്തു? പുറത്തെടുക്കാൻ പോവുകയാണേ. അന്നേരം നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഇങ്ങനെ എഴുതാം ഇതിനെ. സോ വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് h ടെൻസ് ടു 0 1/2h. അതായത് ഈ 2 ഉണ്ടല്ലോ, ഇവിടെയും 2 ഉണ്ട്, ഇവിടെയും 2 ഉണ്ട്. അതുകൊണ്ട് ഞാൻ 1/2 അങ്ങ് കോമൺ എടുത്ത് പുറത്ത്. അപ്പോൾ അത് എച്ചിനോട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2h ആയി. ഓക്കെ, 1/2h ഇൻറ്റു മേളിൽ നമുക്ക് എങ്ങനെ എഴുതാം? 1 മൈനസ് ഈ മൈനസ് അകത്തോട്ട് മൾട്ടിപ്ലൈ ആണ്. 1 മൈനസ് z മൈനസ് h ആണല്ലോ, ഡിവൈഡഡ് ബൈ ഒരു z പ്ലസ് h മൈനസ് ഈ മൈനസ് അകത്തോട്ട് മൾട്ടിപ്ലൈ ആണ് ന്യൂമറേറ്ററിൽ. മൈനസ് അതവിടെ കിടന്നോട്ടെ, അത് പിന്നെ ചെയ്യാം. 1 മൈനസ് z ഡിവൈഡഡ് ബൈ z. ഓക്കെ, ഇങ്ങനെ എഴുതാം. ഇനി നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് h ടെൻസ് ടു 0 1/2h ഇൻറ്റു z കൊണ്ട് ഇങ്ങോട്ട് ക്രോസ് ചെയ്ത് നിങ്ങൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എന്ത് കിട്ടും? z ഇൻറ്റു 1 മൈനസ് z മൈനസ് h, അതായത് z ഇൻറ്റു 1 z മൈനസ് z ഇൻറ്റു z സ്ക്വയർ z ഇൻറ്റു h zh. ഓക്കെ, മൈനസ് z പ്ലസ് h കൊണ്ട് 1 മൈനസ് zനെ മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, z പ്ലസ് h ഇൻറ്റു 1 മൈനസ് z, z പ്ലസ് h ഇൻറ്റു 1 മൈനസ് z ഹോൾ ഡിവൈഡഡ് ബൈ z ഇൻറ്റു z പ്ലസ് h. ഓക്കെ, ഇത് സിംപ്ലിഫൈ ചെയ്യുന്ന കാര്യമുള്ളൂ, അല്ലാതെ ചെയ്തു വരാൻ വളരെ എളുപ്പമാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും കുട്ടികളെ. ലിമിറ്റ് h ടെൻസ് ടു 0 1/2h ഇൻറ്റു z മൈനസ് z സ്ക്വയർ മൈനസ് zh മൈനസ് നമുക്കിതിനങ്ങ് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. z ഇൻറ്റു 1 z ഇൻറ്റു ഈ മൈനസ് z ചെയ്യുമ്പോൾ മൈനസ് z സ്ക്വയർ ആണല്ലോ. h ഇൻറ്റു 1 h ഇൻറ്റു മൈനസ് z ചെയ്യുമ്പോൾ മൈനസ് h ഇൻറ്റു z. ഓക്കെ, then whole divided by z ഇൻറ്റു z പ്ലസ് h. ഓക്കെ, ഇനി ഈ മൈനസ് കൊണ്ട് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? ഞാൻ മൈനസ് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാൻ പോവുകയാണേ. അപ്പോൾ അന്നേരം നമുക്ക് എന്താ കിട്ടുക? which is equal to limit h tends to 0 1/2h into z minus z square minus zh. ഈ മൈനസ് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് z മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് z സ്ക്വയർ മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ് h മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് z ഇൻറ്റു h ഹോൾ ഡിവൈഡഡ് ബൈ z ഇൻറ്റു z പ്ലസ് h ആണല്ലോ. ഇനി ക്യാൻസൽ ചെയ്യാൻ പറ്റും, നമുക്ക് ക്യാൻസൽ ചെയ്യാം. മൈനസ് z സ്ക്വയർ പ്ലസ് z സ്ക്വയർ ക്യാൻസൽ ചെയ്യാം, പ്ലസ് zh മൈനസ് zh ക്യാൻസൽ ചെയ്യാം, ബാക്കി പ്ലസ് z മൈനസ് z ക്യാൻസൽ ചെയ്യാം. ബാക്കി ന്യൂമറേറ്ററിലൊരു മൈനസ് h ആണുള്ളത് കേട്ടോ. ആ മൈനസ് എച്ചും ഈ താഴത്തെ എച്ചും നമുക്ക് എന്ത് ചെയ്യാം? കട്ട് ചെയ്യാം. കട്ട് ചെയ്യുമ്പോൾ ബാക്കി സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈക്വൽ ടു ആ ഒരു സ്റ്റെപ്പ് ഞാൻ എഴുതുന്നില്ല, നിങ്ങൾക്കത് മനസ്സിലായെന്ന് കരുതുന്നു. ലിമിറ്റ് h ടെൻസ് ടു 0 മനസ്സിലായി. ബാക്കി നമ്മളിവിടെ എല്ലാ ടേംസ് എല്ലാം ക്യാൻസൽ ചെയ്യുമ്പോൾ ന്യൂമറേറ്ററിൽ അവശേഷിക്കുന്ന മൈനസ് എച്ച് ആണ്. ഈ മൈനസ് എച്ചും ഈ എച്ചും തമ്മിൽ നമുക്ക് എന്ത് ചെയ്യാം? കട്ട് ചെയ്യാം. കട്ട് ചെയ്യുമ്പോൾ ന്യൂമറേറ്ററിൽ അവശേഷിക്കുന്ന -1 ഡിവൈഡഡ് ബൈ ഈ 2 ടീച്ചർ ഇവിടെ എഴുതുവാണ്. 2 ഇൻറ്റു ഇവിടെ എന്താ ഉള്ളത്? z ഇൻറ്റു z പ്ലസ് h ആണല്ലോ. ഇനി ലിമിറ്റ് h ടെൻസ് ടു 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എച്ചിന് 0 കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് അന്നേരം എന്താ കിട്ടുക? ഇതിന് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? -1 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു z അല്ലേടാ. 2 ഇൻറ്റു z ചെയ്യുമ്പോൾ എന്താ കിട്ടുക? -1 ഡിവൈഡഡ് ബൈ 2 z സ്ക്വയർ. ഓക്കെ, ക്ലിയർ? അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? നമ്മൾ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തേ? k ഡാഷ് ഓഫ് z എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. സോ k ഡാഷ് ഓഫ് z നമുക്ക് എന്ത് കിട്ടി? -1 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു z സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് കിട്ടി. ഓക്കെ,
ക്ലിയർ അല്ലേ? മനസ്സിലായല്ലോ? ഇനി നമുക്കിനി എന്തൊക്കെ കണ്ടുപിടിക്കേണ്ടത്? നമ്മുടെ ക്വസ്റ്റിനകത്ത് എന്തൊക്കെയാണ് പറഞ്ഞേക്കുന്നത്? വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് k dash of minus 1, right? K dash of z നമുക്ക് കിട്ടി. K dash of minus 1 which is equal to K dash of z എന്താ കിട്ടിയത്? ഡെറിവേറ്റീവ് എന്താടാ കിട്ടിയത്? മൈനസ് 1/2 into z square ആണല്ലോ. സോ അങ്ങനെയാണെങ്കിൽ K dash of minus 1 പറഞ്ഞേ നിങ്ങൾ. -1 divided by z ന് എന്ത് കൊടുക്കണം? -1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. 2 into -1 square which is equal to -1 square എന്താ? 1 ആണ്. -1/2 into 1. അപ്പോൾ എന്ത് കിട്ടി? -1/2. അതുപോലെ K dash of 1 at 1 what is the derivative? -1 divided by z ന് എന്ത് കൊടുക്കണം? ഇവിടെ z ന് എന്ത് കൊടുക്കണം? 1 കൊടുക്കണം. അപ്പോൾ 2 into 1 square which is equal to വീണ്ടും -1/2. again അടുത്ത K dash of √2. z ന് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? √2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ -1 divided by 2 into z ന് √2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. √2 into square which is equal to -1 divided by 2 into √2 square എന്താ? 2 is equal to -1 divided by 4. ക്ലിയർ ആയോ? ഓക്കെ, മനസ്സിലായി? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ്? ഡിഫറൻഷിയേറ്റ് ദ ഫങ്ഷൻസ് ആൻഡ് ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് അറ്റ് ദ ഗിവൺ വാല്യൂസ്. അപ്പോൾ ഗിവൺ തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് f(x) is equal to x plus 9/x ആണ്. അറ്റ് x equal to -3 നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? സ്ലോപ്പ് ഓഫ് ദി ഗിവൺ ടാൻജന്റ് കണ്ടുപിടിക്കണം. ഓൾസോ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് f dash of x at x is equal to 3. ഓക്കെ, f(x) നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? x plus 9/x. ഇതിൻ്റെ ഡെറിവേറ്റീവ് നമുക്ക് കണ്ടുപിടിക്കണം. അറ്റ് x is equal to 3 മാത്രമല്ല അതിൻ്റെ ടാൻജന്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, സോ വി ഹാവ് നമുക്കറിയാം അല്ലേ? ടാൻജൻ്റൽ ലൈൻ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ സ്ലോപ്പ് നമുക്ക് ആവശ്യമാണ്. സ്ലോപ്പ് തന്നെയാണ് എന്ത്? ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് അല്ലേ? വി ഹാവ് എം, സ്ലോപ്പ് എം ഈക്വൽ ടു എന്താണ്? എം എന്ന് പറയുന്നത് സ്ലോപ്പ്, അത് തന്നെയാണ് എന്ത്? ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് f dash of x എന്ന് പറയുന്നത്. സോ ഇസ് ഈക്വൽ ടു എന്താണ്? ലിമിറ്റ് h tends to 0 f of x plus h minus f of x the whole divided by h ആണല്ലോ. ബൈ ഡെഫിനിഷൻ ഇതാണ്. ഓക്കെ, അപ്പോൾ തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്താ? x plus 9/x ആണ്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് f of x plus h കണ്ടുപിടിക്കണം. സോ വിച്ച് ഇസ് ഈക്വൽ ടു f dash of x which is equal to limit h tends to 0 f of x plus h എന്താ? x ന് x plus h കൊടുത്തേ, x plus h plus 9 divided by x plus h. ഓക്കെ, മൈനസ് f of x എന്താ? x plus 9/x whole divided by h. ഇനി എന്ത് ചെയ്യണം? ഇതിനെ സിംപ്ലിഫൈ ചെയ്താൽ മതിയാകും. സോ നമുക്ക് എന്ത് ചെയ്യാം? സിംപ്ലിഫൈ ചെയ്യാം. സോ ഇവിടെ ഒരു 1/h ഉണ്ട് അല്ലേ? നമുക്ക് അതിനെ കോമൺ എടുക്കാം. അപ്പോൾ 1/h കോമൺ എടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? സോ വിച്ച് ഇസ് ഈക്വൽ ടു എന്താ? ലിമിറ്റ് h tends to 0 1/h കോമൺ എടുക്കാം. 1/h into ഈ ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നിങ്ങൾ x plus h plus 9/x plus h minus x minus 9/x. ഓക്കെ, അങ്ങനെ എഴുതാം. സോ ഇവിടെ ഒരു -x ഉണ്ട്, ഒരു +x ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. ബാക്കി നമുക്ക് വരുന്നത് h plus 9/x plus h minus 9/x എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. നമുക്ക് അതിനെ സിംപ്ലിഫൈ ചെയ്താൽ മതി. വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് h tends to 0 1/h into ഇവിടെ h plus 9/x plus h എന്ന് പറഞ്ഞിട്ടാണ് കിടക്കുന്നത് അല്ലേ? സോ നമുക്ക് ഇതിനെ സിംപ്ലിഫൈ ചെയ്യാം. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഇവിടുത്തെ LCM എന്ന് പറയുന്നത് x plus h into x ആണല്ലോ. നമുക്ക് ഇതിനെ ഒന്നുകൂടെ റിട്ടേൺ ചെയ്യാം. h plus 9/x plus h minus 9/x ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ. ഇവിടുത്തെ LCM എന്ന് പറയുന്നത് എന്താ? x plus h into x ആണ് നമ്മുടെ LCM എന്ന് പറയുന്നത്. വിച്ച് ഇസ് ഈക്വൽ ടു
ലിമിറ്റ് h ടെൻസ് ടു 0 1 ബൈ എച്ച് ഇൻറ്റു LCM എന്ന് പറയുന്നത് എന്താ എക്സ് പ്ലസ് എച്ച് ഇൻറ്റു എക്സ്. ഈ എക്സ് പ്ലസ് എച്ച് ഇൻറ്റു എക്സ് കൊണ്ട് നമുക്ക് എന്തിനെ മൾട്ടിപ്ലൈ ചെയ്യാം? എച്ചിനെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ അന്നേരം നമുക്ക് എന്ത് കിട്ടും? എക്സ് ഇൻറ്റു എക്സ് പ്ലസ് എച്ച് ഇൻറ്റു എച്ച് പ്ലസ് 9 ഇതിൻ്റെ എൽസി എടുക്കുമ്പോഴത്തേക്കും എക്സ് പ്ലസ് എച്ച് ഇൻറ്റു 9 ഇൻറ്റു എക്സ് മൈനസ് 9 ഇൻറ്റു എക്സ് പ്ലസ് എച്ച് ഹോൾ ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് എച്ച് ഇൻറ്റു എക്സ് എന്ന് എഴുതും. വേറെ ഒന്നുമില്ല കുട്ടികളെ, ഇവിടെ ജസ്റ്റ് എൽസിഎം എടുത്ത് കാൽക്കുലേറ്റ് ചെയ്തു. ഇവിടെ ഇപ്പോൾ നോക്കിക്കേ, എച്ച് നമ്മൾ എടുക്കുമ്പോൾ LCM എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ എക്സ് പ്ലസ് എച്ച് ഇൻറ്റു എക്സ് കൊണ്ട് എച്ചിനെ മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ എഴുതി. ഓക്കെ, ഇനി അടുത്ത ടേം വരുമ്പോഴത്തേക്ക് 9 ബൈ എക്സ് പ്ലസ് എച്ച് ആണ്. ഈ 9 ബൈ എക്സ് പ്ലസ് എച്ചിനെ നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? LCM കൊണ്ട് ന്യൂമറേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ LCM എന്ന് പറയുന്നത് എക്സ് പ്ലസ് എച്ച് ഇൻറ്റു എക്സ് അല്ലേ? അപ്പോൾ 9 ബൈ എക്സ് പ്ലസ് എച്ച് ഇൻറ്റു എക്സ് പ്ലസ് എച്ച് ഇൻറ്റു എക്സ് ചെയ്യുമ്പോൾ ഈ എക്സ് പ്ലസ് എച്ച് ക്യാൻസൽ ചെയ്ത് ബാക്കി എന്ത് കിട്ടും? 9x. അതാണ് ഇവിടെ എഴുതിയേക്കുന്നത്. ഓക്കെ, മൈനസ് ഈ 9 ബൈ എക്സിനെ LCM കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 9 ബൈ എക്സ് ഇൻറ്റു LCM എന്താ എക്സ് പ്ലസ് എച്ച് ഇൻറ്റു എക്സ്. അപ്പോൾ എക്സും ക്യാൻസലായി പോയി, ബാക്കി 9 ഇൻറ്റു എക്സ് പ്ലസ് എച്ച്. അതാണ് ഇവിടെ എഴുതിയേക്കുന്നത്. അത്രയേ ഉള്ളൂ. LCM എടുത്ത് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാൻ? സിംപ്ലിഫൈ ചെയ്യാം. So which is equal to limit h tends to 0 1 by h. ഇതിനെ കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ എഴുതുവാണ്. എക്സ് പ്ലസ് എച്ച് ഇൻറ്റു എക്സ് ഇൻറ്റു ഇതിനകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? എക്സ് സ്ക്വയർ എക്സ് ഇൻറ്റു എച്ച് അങ്ങനെ ചെയ്യേണ്ട, ഒരു കാര്യം ചെയ്താൽ മതി. ഇവിടെ എക്സ് ഇൻറ്റു എച്ചിനെ എക്സ് പ്ലസ് എച്ച് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അല്ലെങ്കിൽ അതും ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ ഒരു എക്സ് പ്ലസ് എച്ച് കിടപ്പുണ്ട്, ഇവിടെ ഒരു എക്സ് പ്ലസ് എച്ച് കിടപ്പുണ്ട്. രണ്ടിൽ നിന്നും എക്സ് പ്ലസ് എച്ച് കോമൺ എടുക്കാം. അപ്പോൾ എക്സ് പ്ലസ് എച്ച് കോമൺ എടുക്കുമ്പോൾ ബാക്കി ഇവിടെ ഉള്ളത് എന്താ? എക്സ് എച്ച് മൈനസ് ഇവിടെ ഉള്ളത് എന്താണ്? 9 പ്ലസ് 9x. Okay, which is equal to limit h tends to 0 1 by h into x plus h into x is equal to ഇതിനകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. എക്സ് ഇൻറ്റു എക്സ് എച്ച് എക്സ് സ്ക്വയർ എച്ച് പ്ലസ് എക്സ് ഇൻറ്റു മൈനസ് 9 എന്ത് കിട്ടും? മൈനസ് 9x എച്ച് ഇൻറ്റു എക്സ് എച്ച് പ്ലസ് എച്ച് സ്ക്വയർ എക്സ് h ഇൻറ്റു മൈനസ് 9h പ്ലസ് 9x. ഓക്കെ, ഇവിടെ എന്തൊക്കെ ക്യാൻസൽ ചെയ്യാൻ പറ്റും? നമുക്ക് ക്യാൻസൽ ചെയ്യാൻ ഇത് എളുപ്പമുണ്ട്. എച്ച് സ്ക്വയർ ഒന്ന് ക്യാൻസൽ ചെയ്യാനായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. ഇത് എളുപ്പമുണ്ട്. 9x ഇവിടെ 9x മൈനസ് 9x നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. ബാക്കി വരുന്ന ടേംസിൽ എല്ലാത്തിലും എന്തുണ്ട്? h ഉണ്ട് അല്ലേ? So which is equal to limit h tends to 0 1 by h into x plus h into x into ഈ എല്ലാ ടേംസിലും എന്തുണ്ട്? h ഉണ്ട്. ഇവിടെ ഒരു h ഉണ്ട്, ഇവിടെ ഉണ്ട്. അവിടെ നിന്ന് h ഞാൻ കോമൺ എടുക്കുമ്പോൾ ബാക്കി വരുന്നത് എക്സ് സ്ക്വയർ മൈനസ് അല്ല പ്ലസ് ഇവിടെ എക്സ് സ്ക്വയർ എച്ച് കോമൺ എടുത്തു. ഇവിടെ എന്താണ്? എച്ച് സ്ക്വയർ എക്സിൽ ഒരു എച്ച് പോയി, ബാക്കി വരുന്നത് എച്ച് എക്സ്. ബാക്കി എന്താ? ഇവിടെ എച്ച് പോകുമ്പോൾ മൈനസ് 9. ഓക്കെ, ഈ എച്ചും ക്യാൻസൽ ചെയ്യാം. ബാക്കി എന്താ വരിക? വിച്ച് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എക്സ് സ്ക്വയർ പ്ലസ് എച്ച് എക്സ് മൈനസ് 9 ഹോൾ ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് എച്ച് ഇൻറ്റു എക്സ്. ഇനി എച്ചിന് 0 കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സ് സ്ക്വയർ മൈനസ് 9 ഡിവൈഡഡ് ബൈ ഇവിടെ എക്സ് പ്ലസ് 0 ഇൻറ്റു എക്സ്, ദാറ്റ് ഈസ് എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ. നമ്മുടെ ആൻസർ എന്താ? എക്സ് സ്ക്വയർ മൈനസ് 9 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ആൻസർ കിട്ടുന്നത്. സോ നമുക്ക് കിട്ടിയേക്കുന്നത് എന്താണ്? എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സ്ലോപ്പ്
at x, that is f dash of x is equal to x square minus 9 divided by x square എന്ന് പറഞ്ഞാൽ കിട്ടിയേക്കുന്നത്. ഇനി നമുക്ക് തന്നിരിക്കുന്ന പോയിന്റ് ഏതാണ്? x equal to -3. at x is equal to -3 സ്ലോപ്പ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? സ്ലോപ്പ് is equal to x-ന് -3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. -3 the whole square minus 9 divided by -3 the whole square. അപ്പോൾ സ്ലോപ്പിൻ്റെ വാല്യൂ എന്താണ്? സ്ലോപ്പ് is equal to at x is equal to -3, സ്ലോപ്പ് equal to -3ൻ്റെ സ്ക്വയർ 9, 9 minus 9 0, സ്ലോപ്പ് equal to 0. ഒരു ഹൊറിസോണ്ടൽ ലൈൻ ആണ് നമുക്ക് വരുന്നത് കേട്ടോ. സോ അറ്റ് x is equal to -3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും സ്ലോപ്പ് is equal to 0 എന്ന് പറഞ്ഞിട്ടാണ് കിട്ടുക. ഓക്കെ, മനസ്സിലായല്ലോ? ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? ഡിഫറൻഷിയേറ്റ് ദ ഫംഗ്ഷൻ then find an equation of the tangent line at the indicated point on the graph of the function. അതായത് നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷനെ എന്ത് ചെയ്യണം? ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് ഫൈൻഡ് ആൻ ഇക്വേഷൻ ഓഫ് ദ ടാൻജന്റ് ലൈൻ, ഒരു ടാൻജന്റ് ലൈൻ്റെ ഇക്വേഷൻ എന്ത് ചെയ്യണം? കണ്ടെത്തണം അറ്റ് ദ ഗിവൺ പോയിന്റ്. തന്നിരിക്കുന്ന പോയിന്റിൽ ഉള്ളൊരു ടാൻജന്റ് ലൈനെ നമ്മൾ ടാൻജന്റ് ലൈൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പോയിന്റ് പറഞ്ഞിട്ടില്ല, പോയിന്റ് എന്ന് പറയാം. ഗിവൺ പോയിന്റ് എന്ന് പറയുന്നത് xy is equal to 6,4. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താ? f of x is equal to 8 divided by root of x minus 2. അപ്പം നമുക്ക് എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ടാൻജന്റ് ലൈൻ്റെ ഇക്വേഷനാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതാണല്ലോ. അപ്പോൾ ടാൻജന്റ് ലൈൻ ഇക്വേഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താ? ടാൻജന്റ് ലൈൻ്റെ ഇക്വേഷൻ y മൈനസ് y1 which is equal to m into x മൈനസ് x1 ആണ്, നമുക്കറിയാം. പക്ഷേ ഈ ഒരു ഇക്വേഷനിലോട്ട് വരണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? സ്ലോപ്പ് കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ? എം നമുക്ക് എന്ത് ചെയ്യണം? കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വരാം. സോ വാട്ട് ഈസ് എം? എം എന്ന് പറയുന്നത് എന്താണ്? എം എന്ന് പറയുന്നത് എന്താണ്? എം ഈസ് നത്തിങ് ബട്ട് ഡെറിവേറ്റീവ് ഓഫ് ദ ഫംഗ്ഷൻ അല്ലെങ്കിൽ സ്ലോപ്പ് ഓഫ് ദ ഫംഗ്ഷൻ നമുക്ക് പറയാം. എഫ് ഡാഷ് ഓഫ് എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു എന്താ? limit h tends to 0 f of x plus h minus f of x the whole divided by h ആണല്ലോ, അറിയാമല്ലോ. അപ്പോൾ നമുക്ക് ആദ്യം m കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഏതാണ്? 8/√(x minus 2). നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഏതാ? f of x എന്ന് പറയുന്നത് 8 divided by root of x minus 2. നമുക്ക് എന്ത് വേണം? f of x plus h വേണം അല്ലേ? അപ്പോൾ x plus h കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? f of x plus h കണ്ടുപിടിക്കാൻ f of x-ലെ x-ൻ്റെ പ്ലേസിൽ x plus h വെച്ച് റീപ്ലേസ് ചെയ്താൽ മതി. അപ്പോൾ 8 divided by root of x-ന് പകരം x plus h minus 2 കിട്ടിയല്ലോ. ഇനി m കാൽക്കുലേറ്റ് ചെയ്യാം. m equal to limit h tends to 0 f of x plus h. f of x plus h എന്ന് പറയുന്നത് എന്താ? 8 divided by root of x plus h minus 2 minus f of x. f of x എന്ന് പറയുന്നത് 8 divided by root of x minus 2 whole divided by എന്താ? h ആണല്ലോ. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ മതി. ഡയറക്റ്റ് എച്ചിന് 0 കൊടുക്കുമ്പോഴത്തേക്ക് 1/0 ഫോം ആയി പോകും. സോ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റാണ്ട് വരും എമ്മിൻ്റെ വാല്യൂ. അതുകൊണ്ട് നമുക്ക് നമ്മുടെ എയിം എന്ന് പറയുന്നത് എന്താ? ഈ ഡിനോമിനേറ്ററിലുള്ള ഈ എച്ചിനെ എലിമിനേറ്റ് ചെയ്യണം. അതിനെന്ത് ചെയ്യുക? എൽസിഎം എടുത്തൊന്ന് സിംപ്ലിഫൈ ചെയ്ത് നമുക്കൊന്ന് നോക്കാം. ഇറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നിങ്ങൾ 8 ഇൻറ്റു റൂട്ട് എക്സ് മൈനസ് 2 മൈനസ് 8 ഇൻറ്റു ഇതിനെ ഈ 8നെ റൂട്ട് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. റൂട്ട് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് 2 ദ ഹോൾ ഡിവൈഡഡ് ബൈ റൂട്ട് എക്സ് പ്ലസ് എച്ച് മൈനസ് 2 ഇൻറ്റു റൂട്ട് എക്സ് മൈനസ് 2 ഹോൾ ഡിവൈഡഡ് ബൈ എച്ച് ആണ്. ഹോൾ ഡിവൈഡഡ് ബൈ എച്ച് അതിനെ ഞാൻ പുറത്ത് എഴുതുവാണ് കേട്ടോ. അതിന് മിസ് പുറത്ത് എഴുതിയിട്ടുണ്ടേ. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു ഇനി നമ്മൾ ഡയറക്റ്റ് എച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടത്തില്ല? വാല്യൂ നമുക്ക് കിട്ടത്തില്ല. എമ്മിൻ്റെ വാല്യൂ നമുക്ക് കിട്ടത്തില്ല. അത് നമുക്ക് ഇനിയും സിംപ്ലിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി നോക്കിക്കേ, നിങ്ങൾ ചെയ്യേണ്ടത്
ന്യൂമറേറ്ററിൽ നിന്ന് ഒരു എച്ചിൻ്റെ ടേം നമുക്ക് പുറത്തെടുക്കണം. പക്ഷേ ഇവിടെ ഇപ്പോൾ എച്ച് കിടക്കുന്ന റൂട്ടിനകത്തായതുകൊണ്ട് നമുക്ക് പുറത്തെടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ന്യൂമറേറ്ററിൻ്റെ ടേം ഉണ്ടല്ലോ, അതായത് √(x-2 മൈനസ് √(x+h-2), ഈ 8 ഞാൻ പുറത്തെടുക്കാൻ പോവുകയാണ്. ബാക്കി നമുക്ക് അവിടെ ഉള്ളത് √(x-2 മൈനസ് √(x+h-2). അതിൻ്റെ കോൺജുഗേറ്റ് എടുക്കുന്നു, ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ന്യൂമറേറ്ററിൽ നിന്ന് എച്ച് എന്ത് ചെയ്യാം, പുറത്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. So which is equal to limit h tends to 0. ഇവിടെ 8 ഉണ്ട്, ഇവിടെ 8 ഉണ്ട്. അപ്പോൾ ന്യൂമറേറ്ററിൽ നമുക്ക് 8 അങ്ങ് പുറത്തെടുക്കാം. 8/h എന്ന് എഴുതാമല്ലോ. h ഇൻറ്റു √(x-2 മൈനസ് √(x+h-2 മൈനസ് 2) ഓക്കെ, ഇൻറ്റു ഇതിൻ്റെ കോൺജുഗേറ്റ് എന്ന് പറയുന്നത് എന്താ, √(x-2 പ്ലസ് √(x+h-2). ഓക്കെ, അത് ന്യൂമറേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്തു, ഇനി ഡിനോമിനേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഡിനോമിനേറ്റർ ടേം ഓൾറെഡി ഇവിടെ ഉള്ളത് √(x+h-2 ഇൻറ്റു √(x-2). ഇതിൻ്റെ കൂടെ നമ്മൾ എന്ത് മൾട്ടിപ്ലൈ ആണ്, √(x-2 പ്ലസ് √(x+h-2). ഇത്രയും ഓക്കെ അല്ലേ, ഇത്രയും ഓക്കെ അല്ലേ? നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ, ന്യൂമറേറ്റർ ടേംസ് നിങ്ങൾ നോക്കിക്കേ. √(x-2 മൈനസ് √(x+h-2 ഇൻറ്റു √(x-2 പ്ലസ് √(x+h-2). അതായത് a+b ഇൻറ്റു a-b ഫോമിലാണ് ഈ ഒരു ന്യൂമറേറ്റർ ടേം കിടക്കുന്നത് കേട്ടോ. ന്യൂമറേറ്റർ ടേം കിടക്കുന്നത് ഇങ്ങനെ, അത് ഇത്രയും ടേം എന്ന് പറയുന്ന ആ ഒരു ഫോമിലാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, a² മൈനസ് b² വിച്ച് ഇസ് ഈക്വൽ ടു എന്താണ്, a² മൈനസ് b². ആ ഒരു ഫോമിലോട്ട് നമുക്ക് മാറ്റാം. ഇവിടെ എയുടെ പ്ലേസിൽ കിടക്കുന്നത് ഏതാണ്, √(x-2), b എന്ന് പറയുന്നത് √(x+h-2) ആണ്. സോ വിച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം, ഈ ന്യൂമറേറ്റർ ടേം നമുക്ക് എങ്ങനെ എഴുതാം, സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, എന്ത് കിട്ടും, which is equal to numerator multiply ചെയ്യുമ്പോഴത്തേക്കും a² means √(x-2) ന്റെ സ്ക്വയർ മൈനസ് √(x+h-2) ന്റെ സ്ക്വയർ ആണല്ലോ, ആണല്ലോ. ഇവിടെ എന്തുണ്ട്, ലിമിറ്റ് h tends to 0. ഇവിടെ ഒരു 8/h ഉണ്ട് കേട്ടോ, 8/h ഉണ്ട്. ഹോൾ ഡിവൈഡഡ് ബൈ താഴെ എന്താ ഉള്ളത്, √(x+h-2 ഇൻറ്റു √(x-2 ഇൻറ്റു അടുത്തെന്താ ഇവിടെ √(x-2 പ്ലസ് √(x+h-2). ഇത്രയാണ് നമ്മുടെ ടേംസ് എന്ന് പറയുന്നത്. ഓക്കെ, ഓക്കെ അല്ലേ? ഇനി നോക്കിക്കേ, ഈ √(x-2) ചെയ്യുമ്പോൾ ആ റൂട്ട് പോകും അല്ലേ. അതുപോലെ √(x+h-2) ചെയ്യുമ്പോഴും ആ സ്ക്വയർ റൂട്ട് അങ്ങ് പോകും. ബാക്കി നമുക്ക് എന്ത് കിട്ടും, ലിമിറ്റ് h tends to 0, 8/h ഇൻറ്റു, അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താണ്, x-2. അതുപോലെ തന്നെ ഇതെന്താ, √(x+h-2) എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് വരുന്നത്, x+h-2. അതിനെ ഞാൻ മൈനസ് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുമ്പോൾ അത് അടുത്ത സ്റ്റെപ്പിൽ എഴുതാം നമുക്ക്, x+h-2. ഓക്കെ, ഹോൾ ഡിവൈഡഡ് ബൈ താഴത്തെ ടേം എന്ന് പറയുമ്പോൾ ഇതാ √(x+h-2 ഇൻറ്റു √(x-2 ഇൻറ്റു √(x-2 പ്ലസ് √(x+h-2). ഓക്കെ, ഇനി ന്യൂമറേറ്റർ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, സിംപ്ലിഫൈ ചെയ്യാൻ പോവാണ്. ഈ മൈനസിനകത്തോട്ട് മൾട്ടിപ്ലൈ ആയി, ഈ മൈനസിനകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും, നോക്കിക്കേ, ഇവിടെ -x ആവും. ഓക്കെ, -x, ഈ പ്ലസ് എന്ന് പറയുന്നത് മൈനസ് ആകും, ഈ മൈനസ് എന്ന് പറയുന്നത് പ്ലസ് ആകും. അടുത്ത സ്റ്റെപ്പിൽ എഴുതുക അല്ലേ, അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. വിച്ച് ഇസ് ഈക്വൽ ടു ലിമിറ്റ് h tends to 0, 8/h, ബ്രാക്കറ്റ് അങ്ങനെ തന്നെ കിടന്നോട്ടെ, x-2 മൈനസ് ഒക്കെ തൊട്ട് മൾട്ടിപ്ലൈ ചെയ്തേ, -x മൈനസ് ഇൻറ്റു പ്ലസ്
മൈനസ് എച്ച് മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ടു ഹോൾ ഡിവൈഡഡ് ബൈ നമ്മുടെ 8 ഏതാണ് എക്സ് പ്ലസ് എച്ച് മൈനസ് ടു റൂട്ട് ഓഫ് എക്സ് മൈനസ് ടു ഇൻറ്റു ഇത് ഒറ്റ സ്റ്റെപ്പ് ചെയ്യാൻ കേട്ടോ. പിന്നെ അത് നമ്മുടെ കൂട്ടത്തിൽ അറിഞ്ഞൂടാത്ത വെച്ചാൽ ബേസിക്സ് പോലും അറിഞ്ഞൂടാത്ത കുട്ടികൾ ചിലപ്പോൾ ഉണ്ടാവും. അപ്പോൾ അവർക്ക് കൂടെ ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടാണ് ഓരോ സ്റ്റെപ്സും വലിച്ചു നീട്ടി പറയേണ്ടി വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാവരും നമ്മുടെ ഒപ്പം കൊണ്ടുവരണ്ടേ? ഓക്കെ. അപ്പോൾ നോക്കിക്കേ, എക്സ് മൈനസ് എക്സ് നമുക്ക് കട്ട് ചെയ്യാം, മൈനസ് ടു പ്ലസ് ടു കട്ട് ചെയ്യാം ആണല്ലോ. ഇവിടെ ഒരു ബാക്കി റിമൈനിങ് ഇവിടെ കിടക്കുന്നത് എച്ച് ആണ്. ഈ എച്ചും താഴത്തെ എച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കട്ട് ചെയ്ത് കളയാൻ പറ്റത്തില്ലേ? സോ വിച്ച് ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 8/h ഇൻറ്റു ഇവിടെ എന്താ റിമൈനിങ് ആയിട്ട് കിടക്കുന്ന മൈനസ് എച്ച് ആണല്ലോ, മൈനസ് എച്ച് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് ടു റൂട്ടിനകത്താണ് ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് മൈനസ് ടു ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് മൈനസ് ടു പ്ലസ് റൂട്ട് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് ടു. ഓക്കെ. ഇനി ഈ എച്ചും ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ആ എച്ചിൻ്റെ ടേംസ് പോയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് എന്ത് കൊടുക്കാം? ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 കൊടുക്കാം. അപ്പോൾ എച്ച് ടെൻസ് ടു 0 എടുക്കുമ്പോൾ ഇവിടെ എന്താകും? 0 ആകും. അതുപോലെ തന്നെ ഇവിടെ എന്താകും? ഇതും 0 ആകും. ബാക്കി നമുക്ക് എന്താ കിട്ടുക? ഇറ്റ് ഈസ് ഈക്വൽ ടു 8. ന്യൂമറേറ്ററിൽ 8 ഇൻറ്റു മൈനസ് 1 മൈനസ് 8 ഡിവൈഡഡ് ബൈ ഇവിടെ റൂട്ട് എക്സ് പ്ലസ് അല്ല എക്സ് മൈനസ് 2. കാരണം ഈ എച്ച് 0 ആയി കഴിഞ്ഞാൽ എക്സ് മൈനസ് 2 ഇൻറ്റു റൂട്ട് എക്സ് മൈനസ് 2 ഇൻറ്റു റൂട്ട് എക്സ് മൈനസ് 2 ഇൻറ്റു ഇവിടെ എന്താ എച്ച് 0 ആയി കഴിഞ്ഞാൽ വീണ്ടും അവിടെ ഒരു റൂട്ട് എക്സ് മൈനസ് 2 ഇങ്ങനെയാണ് വരുന്നത് ആണല്ലോ. അപ്പോൾ റൂട്ട് എക്സ് മൈനസ് 2 ഇൻറ്റു റൂട്ട് എക്സ് മൈനസ് 2 എക്സ് മൈനസ് 2 ആണല്ലോ. അതുപോലെ തന്നെ റൂട്ട് എക്സ് മൈനസ് 2 ഇൻറ്റു റൂട്ട് എക്സ് മൈനസ് 2 ഇവിടെ റൂട്ട് എക്സ് മൈനസ് 2 ഇൻറ്റു റൂട്ട് എക്സ് മൈനസ് 2 ചെയ്യുമ്പോൾ എക്സ് മൈനസ് 2 ഇത് ചെയ്യുമ്പോഴും എഗെയിൻ ഒരു എക്സ് മൈനസ് 2 എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് മൈനസ് 2 ദ ഹോൾ സ്ക്വയർ. സോ വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് 8 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 2 ഇവിടെ ചെറിയൊരു കറക്ഷൻ പറ്റിയിട്ടുണ്ട് കുട്ടികളെ. ഒരു സെക്കൻഡേ നോക്കിക്കേ, ഇവിടെ -8 ഡിവൈഡഡ് ബൈ ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ ഒരു പ്ലസ് അല്ലേ കിടക്കുന്ന, മൾട്ടിപ്ലിക്കേഷൻ അല്ല. അപ്പം മിസ്സിന് തെറ്റിപ്പോയതാണേ. നോക്കിക്കേ, റൂട്ട് എക്സ് മൈനസ് 2 ഇവിടെ റൂട്ട് എക്സ് മൈനസ് 2 ഇൻറ്റു റൂട്ട് എക്സ് മൈനസ് 2 വരുമ്പോഴത്തേക്കും നമുക്ക് ആൻസർ റൂട്ട് പോകും, എക്സ് മൈനസ് 2 എന്ന് പറഞ്ഞിട്ടായിരിക്കും വരിക. റൂട്ട് എക്സ് മൈനസ് 2 ഇൻറ്റു റൂട്ട് എക്സ് മൈനസ് 2 എന്താ എക്സ് മൈനസ് 2 ഇൻറ്റു ഇത് നോക്കിക്കേ, റൂട്ട് എക്സ് മൈനസ് 2 പ്ലസ് റൂട്ട് എക്സ് മൈനസ് 2 എച്ച് 0 ആകുമ്പോൾ ഇവിടെ റൂട്ട് എക്സ് മൈനസ് 2 വരുന്നത്. റൂട്ട് എക്സ് മൈനസ് 2 പ്ലസ് റൂട്ട് എക്സ് മൈനസ് 2 എന്ന് പറയുന്നത് എന്താ? 2 ഇൻറ്റു റൂട്ട് എക്സ് മൈനസ് 2 ആണല്ലോ. 2 ഇൻറ്റു റൂട്ട് എക്സ് മൈനസ് 2 ഇത് നമുക്ക് എങ്ങനെ എഴുതാം? 8 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 2 ഇൻറ്റു ഈ 2 ഇല്ലേ, ഈ 2 അതുപോലെ തന്നെ 8 നമുക്ക് ക്യാൻസൽ ചെയ്യാം. അന്നേരം നമുക്ക് എന്ത് കിട്ടും? ന്യൂമറേറ്ററിൽ നമുക്ക് എന്താ കിട്ടുക? -4 അല്ലേ. അപ്പോൾ ഇവിടെ ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് ന്യൂമറേറ്ററിൽ കിട്ടുന്നത് -4. ഓക്കെ. ബാക്കി ഇവിടെ എന്താ? റൂട്ട് എക്സ് മൈനസ് 2 നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് മൈനസ് 2 ദ ഹോൾ റൈസ് ടു 1/2 എന്ന് എഴുതിക്കൂടെ? എഴുതാമല്ലോ. ഇവിടെ നോക്കിക്കേ, എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് മൈനസ് 2 ദ ഹോൾ റൈസ് ടു 1/2. ഇതിൻ്റെ ബേസ് സെയിം അല്ലേ? എക്സ് മൈനസ് 2 ഇവിടെ എക്സ് മൈനസ് 2 അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട് എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ ഈക്വൽ ടു എ റൈസ് ടു എം പ്ലസ് എൻ എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ട് ആണല്ലോ. അതുപോലെ എക്സ് മൈനസ് 2 means x minus 2 the whole raised to 1. x minus to the whole raised to 1/2 എന്ന് പറയുമ്പോഴത്തേക്കും that is root 2. ഇനി നോക്കിക്കേ, x minus 2 into x minus 2 the whole raised to 1/2 നമുക്ക് എങ്ങനെ എഴുതാം? which is equal to -4 divided by x minus 2 raised to 1 plus 1/2 ആണല്ലോ. 1 plus 1/2. So which is equal to 4 divided by x minus 2 the whole raised to 3/2 എന്ന് എഴുതാം. ഇവിടെ മൈനസ് ഉണ്ട്. ഓക്കെ. നമുക്ക് എന്താ കിട്ടിയത്? നമുക്ക് എമ്മിൻ്റെ വാല്യൂ ആണ് നമുക്ക് വേണ്ടിയിരുന്നത്. ഇപ്പോൾ എമ്മിൻ്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? -4 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 2 ദ ഹോൾ റൈസ് ടു 3/2 എന്ന് പറഞ്ഞിട്ട് കിട്ടി. അപ്പോൾ നമുക്ക് എമ്മിൻ്റെ വാല്യൂ എന്താ കിട്ടിയത്?
So we get m equal to minus 4 divided by x minus 2 the whole raised to 3 by 2 ആണല്ലോ. ഇനി എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്? അറ്റ് ദ ഗിവൺ പോയിന്റ് ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ ടാൻജന്റ് ആണ് ചോദിച്ചേക്കുന്നത് അല്ലേ. നമുക്ക് തന്നിരിക്കുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഏതാണ്? പോയിന്റ് എന്ന് പറയുന്നത് 6,4 ആണ്. ഓക്കെ, തന്നിരിക്കുന്ന പോയിന്റ് എന്ന് പറയുന്നത് 6,4 ആണ് നമുക്ക് തന്നിരിക്കുന്ന പോയിന്റ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് എക്സിന്റെ വാല്യൂ എന്താണ്? 6 ആണ്. ഇവിടെ എക്സിന് 6 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. സോ മൈനസ് 4 ഡിവൈഡഡ് ബൈ 6 മൈനസ് 2 എക്സിന് 6 കൊടുക്കുമ്പോൾ 6 മൈനസ് 2 4 റൈസ് ടു 3 by 2. നിങ്ങൾക്ക് സിംപ്ലിഫൈ ചെയ്യാമല്ലോ. 4 റൈസ് ടു 3 by 2 4 റൈസ് ടു 1 by 2 ദെൻ അതിൻ്റെ ക്യൂബ്, അതാണ് ഇത് 4 റൈസ് ടു 3 by 2 എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത് നമുക്ക് എങ്ങനെ എഴുതാം? 4 റൈസ് ടു 1 by 2 മീൻസ് 4 സ്ക്വയർ റൂട്ട് അല്ലേ. 4 റൈസ് ടു 1 by 2 മീൻസ് 4 സ്ക്വയർ റൂട്ട്, അത് എത്രയാണ്? 2. ദെൻ 2 റൈസ് ടു എന്താ? 3. 2 ക്യൂബ് എന്ന് പറയുന്നത് എന്താ? 8. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ മൈനസ് 4 ഡിവൈഡഡ് ബൈ 8 വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് 1 by 2. ഇതാണ് നമ്മുടെ എന്ത് എം എന്ന് പറയുന്നത്. സ്ലോപ്പിൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇക്വേഷൻ ഓഫ് ദ ടാൻജന്റ് ലൈൻ അല്ലേ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ദെൻ നൗ ഇക്വേഷൻ of the tangent line. Equation of the tangent line എന്ന് പറയുന്നത് എന്താണ്? Tangent line at 6,4. That is y minus y1 which is equal to m into x minus x1. Okay, so y minus, what is y1 here? 4 which is equal to m ന്റെ വാല്യൂ നമുക്ക് എന്താ കിട്ടിയത്? മൈനസ് 1 by 2 into x minus, what is x1? 6. ഓക്കെ, ഇനി y ന്റെ വാല്യൂ ഇവിടെ നിന്ന് എഴുതിയാൽ മതി കേട്ടോ. y equal to ഈ മൈനസ് 4 ഈക്വൽ ടുൻ്റെ ഇപ്പുറത്ത് വരുമ്പോൾ പ്ലസ് 4 ആയി. മൈനസ് 1 by 2 മൾട്ടിപ്ലൈ ചെയ്യാം. മൈനസ് 1 by 2 ഇൻറ്റു എക്സ്, മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് എന്താ? 6 ഇൻറ്റു 1 by 2 ദാറ്റ് ഇസ് 6 by 2. ഈ മൈനസ് 4 ഈക്വൽ ടുൻ്റെ ഇപ്പുറത്ത് വരുമ്പോൾ പ്ലസ് 4 ആണല്ലോ. മൈനസ് 1 by 2 ഇൻറ്റു എക്സ്, 6 by 2 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3 പ്ലസ് 4 ദാറ്റ് ഈസ് മൈനസ് 1 by 2 എക്സ് പ്ലസ് 3 പ്ലസ് 4 ഈസ് 7. ദാറ്റ് ഈസ് 1 മൈനസ് 1 by 2 എക്സ് പ്ലസ് 7 ആണ് എന്ത്? നമ്മുടെ ടാൻജന്റ് ലൈൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ നിങ്ങൾക്ക്? അപ്പോൾ നമ്മൾ എവിടെ നിന്നാണ് പോയത്? എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് ഫംഗ്ഷൻ്റെ വാല്യൂ എന്താണ്? 8 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എക്സ് മൈനസ് 2 ആണ്. അറ്റ് ദ പോയിന്റ് എക്സ് കോമ വൈ നമുക്ക് എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ടാൻജന്റ് ലൈൻ്റെ ഇക്വേഷൻ ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ മനസ്സിലായല്ലോ നിങ്ങൾക്ക്? ക്ലിയർ ആയല്ലോ? അപ്പോൾ നമ്മുടെ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ക്ലാസ്സുമായിട്ട് മിസ് വരുന്നതായിരിക്കും. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.